ജനവിധി വരുന്നതിന് മുന്നേ കോൺഗ്രസിന് വേണ്ടി മാപ്ര ജഡ്ജി ഉണ്ണി ബാലകൃഷ്ണൻ വിധി എഴുതി കഴിഞ്ഞു. ദേ നോക്കിയേ, സംഘപരിവാർ ചാനലിലിരുന്ന് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പരിപാടിയുടെ ക്യാപ്ഷൻ കോൺഗ്രസ് റിട്ടേൺസ്. പരിപാടി കണ്ടില്ല, തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാര്യം, ഒരു തവണ ചക്ക വീണ് മൊയില് ചത്തിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ്. അതിനുശേഷവും ഒരുപാട് മഴ പെയ്ത് വെള്ളം ഒഴുകിപ്പോയതാണ്. ഉണ്ണി ബാലകൃഷ്ണന്റെ പല ദേശീയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലും അതുപോലെ കേട്ട് ഒഴുകിപ്പോയത് തന്നെയാണ്. അതുകൊണ്ട് അണയാൻ പോകുന്ന ഒരു വിളക്കിനെ അത് അണയാതിരിക്കാനുള്ള കരുതലും ജാഗ്രതയും അതിനെ ഊതി തെളിയിക്കാനുള്ള പ്രത്യേക വൈഭവം നോക്കണേ. ഒരു തെരഞ്ഞെടുപ്പിന്റെ ജനവിധി പുറത്തു വന്നതിന് ശേഷം ഇമാതിരി ഗീർവാണങ്ങളൊക്കെ അടിച്ചിറക്കാൻ തയ്യാറായാൽ നല്ലതാണ്. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ ചമഞ്ഞ് ചിലർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പണത്തിന് വേണ്ടി ആശയം പോലും അടിയറവ് വയ്ക്കാൻ ഒരു മടിയുമില്ലാത്ത ചില മാധ്യമ അവതാരകരുടെ പട്ടികയിലെ ഉണ്ണി ബാലകൃഷ്ണനെയും പെടുത്താൻ കഴിയും. കാര്യം, സംഘപരിവാറിന്റെ ആശയങ്ങളെ ശക്തമായി ചെറുക്കുന്നു എന്ന് റിപ്പോർട്ടർ ചാനലിരുന്ന് ഈ നാടിനെ തോന്നിപ്പിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ രായി മുതലാളി കാശ് കാണിച്ച് വിളിച്ചപ്പോൾ ഓടിയങ്ങ് ചെന്നു ഒരു ഡീലുണ്ടാക്കി. കേരളത്തിൽ അവർക്ക് ഏക വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ ആശയം അത് ഇടതുപക്ഷമാണ്. നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാറിനകത്തിരുന്ന് കോൺഗ്രസ് രാഷ്ട്രീയം സംസാരിക്കാം, പക്ഷേ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇടത് സർക്കാരിനെ എങ്ങനെയും തകർക്കണം, തൂത്തെറിയണം. അതിനുവേണ്ടി സംഘപരിവാർ ചാനലിനകത്തിരുന്ന് കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തോളൂ. അങ്ങനെ ഈ നാട്ടിലെ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ ആലയത്തിൽ പോയി നിന്ന്, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ തൊഴുത്തിൽ പോയി നിന്ന് അവന്റെ കൂലിപ്പണം വാങ്ങി ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉണ്ണി ബാലകൃഷ്ണന്മാരെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ഇനിയെങ്കിലും തിരിച്ചറിയുക. ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിലൊക്കെ ഇവരെപ്പോലുള്ളവർ ഒരു സംഘടനയെ നശിപ്പിക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് ജനങ്ങളോട് ഇല്ലാത്ത കാര്യങ്ങൾ ഘോരം ഘോരം വിളിച്ചു കൂവുമ്പോൾ അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ അധികാര കസേരകളിൽ എത്തിക്കഴിഞ്ഞ് നാളുകളിൽ ഈ സംഘടനയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന ആകുലതയില്ലാതെ അവരൊക്കെ പറയുന്നതിനെ നമ്മൾ കേൾക്കണം, വിമർശനത്തെ ഉൾക്കൊള്ളണം എന്ന പേരിലൊക്കെ ഇവർക്ക് പരവതാനി വിരിക്കുന്നവർ ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഇടത് ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നവരാണെന്ന് പറയേണ്ടി വരികയാണ്. പലയിടങ്ങളിലും ഇദ്ദേഹത്തിന് പ്രത്യേക സീറ്റുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ചില ഇരട്ടത്താപ്പുകൾ കാണുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് വേണമോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്, കോൺഗ്രസിന് വേണ്ടി സംഘപരിവാർ ചാനലിനകത്ത് പോയി നിന്ന് പണിയെടുക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇടത് ആശയം എങ്ങനെയും ഇവിടെ തൂത്തെറിയപ്പെടണം, അവരെ അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കണമെന്ന അജണ്ട നടപ്പാക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന അവർ ഉയർത്തുന്ന കെണിയിൽ ചാടി നിന്ന് അവർ പറയുന്നതും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിനെ വിമർശനം എന്ന ഓമന പേരിട്ട് വിളിച്ച് അവരെ വീണ്ടും വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരു കാര്യം അറിഞ്ഞോളൂ, ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അത് നടപ്പാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം കടന്നു വരും. അന്നും ഈ ഒറ്റുകാരുടെ മുന്നിൽ പോയി നിങ്ങൾക്ക് ഓച്ചാനിച്ച് നിൽക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അപകടത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ളവരെ ഇടത് വേദികളിലൊക്കെ ക്ഷണിച്ചു ഇരുത്തി വലിയ സ്പേസ് കൊടുത്ത് അതിനുശേഷം കോൺഗ്രസുകാർക്ക് വേണ്ടി താളം പിടിക്കുന്ന ഈ വ്യക്തികളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഇടത് ആശയത്തിൽ വിശ്വസിക്കുന്നവരെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംഘപരിവാർ വിലക്കെടുത്ത ഒരു ശബ്ദം, ആ ശബ്ദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇനിയെങ്കിലും ഇടതുപക്ഷത്തുള്ളവർ തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളൂ.